അത്രയും സ്നേഹമുള്ള ആങ്ങളമാരാണെങ്കിൽ രണ്ടുപേരും അവരുടേത് ഫുള്ളായിട്ട് കളയണം. എന്നിട്ട് പെങ്ങൾക്ക് എന്തിനാ ഈ 1 പോയിന്റ്, അവർക്കിപ്പോ ഈ 3 പോയിന്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പൊ എന്തിനാ അവര് സ്വാർത്ഥരായത്? പെങ്ങളൂട്ടിക്ക് 3 പോയിന്റ് കൊടുക്കൂ. അങ്ങനെ അത് ജിൻഡോ പറയുകയും ചെയ്തു. കുട്ടിയാണെങ്കിൽ കുഞ്ഞുമാവായിട്ടാണ് വികൃതിയ. അത് കഴിഞ്ഞിട്ട് സിജോന്റെ വക ഒരു ഉമ്മ കൊടുക്കലും ലോകത്തിലുള്ള ഒരാങ്ങളാർക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഇജായത്തെ. ഓ കഷ്ടം. നീ എൻ്റെ ആരാ? ഓ എൻ്റെ എനിക്കറിയുന്നില്ല എന്തോ വയ്യായിക്ക് വന്ന് നടക്കണം അനിയത്തിനോട്. ഇതിന് വല്ല വയ്യായി ഉണ്ടോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ഫ്രൈഡേ എപ്പിസോഡ് ആൻഡ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ. വെൽക്കം. അപ്പോൾ എല്ലാ സഹോദരന്മാർക്കും, പിന്നെ പ്രത്യേകിച്ച് ആങ്ങളമാരെ ഇഷ്ടപ്പെടുന്ന പെങ്ങന്മാർക്കും പെങ്ങന്മാരെ ഇഷ്ടപ്പെടുന്ന ആങ്ങളാർക്കും നമ്മുടെ വീഡിയോയിൽ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ വകയുള്ള പ്രത്യേക പരാമർശം, ജൂറി പരാമർശം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാസം വീക്കാണ്. ആങ്ങളാർ പെങ്ങൾ പാസം വീക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞാണല്ലേ ചെറിയ പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ കാണണം എന്താ മിണ്ടാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് പെങ്ങള് ആങ്ങളമാരാണെങ്കിൽ സ്നേഹിച്ചു കൊല്ല. എന്നാ ആങ്ങളമാര് ഫുൾ പോയിന്റ് ഒന്നും കൊടുക്കില്ല കേട്ടോ, ഫുള്ളൊന്നും കൊടുക്കില്ല, 1 മാർക്കേ കൊടുക്കൂ, 3 കൊടുക്കില്ല. സത്യം പറയട്ടെ, ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരെയാണ്. കാരണം ഇത് കാണുന്ന പ്രേക്ഷകരല്ലേ നമ്മള്. അതെ, നല്ലൊരു ടാസ്കിൽ എന്താ ഇവര് കാണിച്ചത്. ഓക്കെ, അതിലേക്ക് നമുക്ക് കിടക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഒന്ന് അതാണ് പറയാനുള്ളത്. പിന്നെ ടാസ്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ അർജുൻ്റെ പ്രശ്നം പ്രൊമോയിൽ കണ്ടിട്ടുള്ള ആ വിഷയം പറയാനുണ്ട്. പിന്നെന്താ ഇതൊന്നുള്ളത്, പിന്നെ കുറച്ച് ജിൻഡോൻ്റെ ഫാൻസ് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. ഓക്കെ എഴുതു. ശരി, അപ്പം നമ്മുടെ കാര്യപ്പെട്ട ടാസ്ക് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മെയിൻ ആയിട്ട് മോർണിംഗ് ടാസ്ക് ആയിട്ട് ജാസ്മിനും സിജോയും ഒരു പെർഫോമൻസ് ജാസ്മിനും അർജുനും ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരു പൊങ്ങച്ചക്കാരനായ ഭർത്താവും ഇംഗ്ലീഷ് പകുതി ഇംഗ്ലീഷൊക്കെ പറയണ ഒരു ഭാര്യയുടെ രസമുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള കണ്ടീഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ടാസ്കിക്ക് കടന്നു. നല്ലൊരു ടാസ്ക് ആയിരുന്നു, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. ഫസ്റ്റ് തന്നെ അഭിഷേക് പറ്റുമായിരുന്നു, പക്ഷെ അത് അഭിഷേക് ഫസ്റ്റ് തന്നെ ഔട്ടായി. അഭിഷേക് കറക്റ്റായിട്ടാണ് കളിച്ചത്. അഭിഷേക് കറക്റ്റായിട്ട് നിന്നു, കറക്റ്റായിട്ട് രീതിയിൽ ചെയ്തു. അപ്പോൾ അഭിഷേകിൻ്റെ ഇത് പോയി വെയിറ്റ് കുറഞ്ഞുകൊണ്ട് അഭിഷേക് ഔട്ടായി. പിന്നെ ഈ പറഞ്ഞ അർജുൻ നന്നായിട്ട് ട്രൈ ചെയ്യണ്ടായിരുന്നു, കളിക്കണ്ടായിരുന്നു. ജിൻഡോ നന്നായി കളിക്കണ്ടായിരുന്നു, ശ്രീതു നന്നായി കളിക്കണ്ടായിരുന്നു, ഋഷി നന്നായി കളിക്കണ്ടായിരുന്നു. ജാസ്മിൻ വയ്യാനിട്ടും അവിടെ ട്രൈ ചെയ്തു കളിക്കാൻ വേണ്ടിയിട്ട്. ജാസ്മിന് കംപ്ലീറ്റ് കമൻസിലൊക്കെ നെഗറ്റീവാണ് കണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ടാസ്ക് കളിക്കുന്നില്ല, ജാസ്മിൻ തോൽക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ടാസ്ക് കളിക്കുന്നില്ല ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ആ ഒരു രീതിയിലാണ് ഒരുപാട് കമൻസ് കണ്ടത്. പക്ഷെ നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ പറയുക, ആരോഗ്യം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എനിക്ക് തീരെ വയ്യാത്ത പോലെ കാരണം അത്രയും വെയിലും ചൂടും അല്ലേ. അപ്പോൾ വട്ടത്തിരിഞ്ഞ് ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് ചിലപ്പോൾ മറ്റ വിഭാഗത്തിൽ. നമുക്ക് എന്തായാലും തെറി ജാസ്മിനെ എതിർത്ത ജാസ്മിൻ PR-ന്റെ ഭാഗത്തെറി. ജാസ്മിൻ എങ്ങാനും ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയാൽ പറഞ്ഞാൽ അതുവരെ സപ്പോർട്ട് ചെയ്യുന്നല്ല. ഇത് ജാസ്മിൻ ഒന്ന് തീരെ വയ്യായിരുന്നു തോന്നി. ആണോ അതോ പി വെച്ചിട്ട് എന്തോ പറഞ്ഞു, അത് എന്താ PCOD ആണോ? അല്ല, ഞാൻ കേട്ടു PC, എനിക്കറിയില്ല, എന്തോ ഒരു സംഭവം പി വെച്ചിട്ട് പറഞ്ഞു കേട്ടു. ജാസ്മിൻ അതാണ് പറഞ്ഞു. തീരെ വയ്യായിരുന്നു, കണ്ടറിയാം. വയ്യാഞ്ഞിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഈ ഉപ്പ പോകുന്നുള്ള അവസ്ഥയുള്ള. വെയിലത്തൊക്കെ ഈ ഓടാത്ത ആൾക്കാരുണ്ടല്ലോ, കാര്യം പറയട്ടെ കുട്ടേട്ടാ, പ്രാവശ്യത്തെ ഇവർക്കൊന്നും ഒട്ടും വയ്യ. കഴിഞ്ഞ വർഷമൊക്കെ സീസണിലൊക്കെ സ്ത്രീകള്, എൻ്റെ അമ്മയെ പണ്ടൊക്കെ ഇവരൊക്കെ ഇരുന്നിരുന്നതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിരുന്നു. പെണ്ണുങ്ങളായിരുന്നു കൂടുതൽ നന്നായി ചെയ്തിരുന്നത് 2 സീസണിലും. അതെ, 3, 4, 5 ഒക്കെ അതെ നന്നായി ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ശോഭയൊക്കെ കാറിലിരുന്നത് ഓർമ്മയില്ലേ? അതെ, എല്ലാതും. അതിന് മുമ്പ് ദിൽഷയാണല്ലോ ഇത് കിട്ടിയിരുന്നത്, ഫൈനലിലേക്ക് എത്തിയിരുന്നത്, ഫൈനൽ 5 എത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായി.
പിന്നെ ഇപ്പം അതിൽ നമ്മുടെ അർജുൻ പെങ്ങളുട്ടീൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ നോറയുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക അല്ലേ വിധു? നോറയുടെ കഥ, നോറയ്ക്ക് കളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നോറനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ അവിടെ പിന്നെ കരഞ്ഞു പിടിച്ച് സീനാക്കി. നോറ അതിന് മുമ്പുള്ള ടാസ്ക് ഒക്കെ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ. ആ 2 മണിക്കൂർ നിന്നതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇന്ന് പക്ഷെ എന്താ ഉണ്ടായിച്ചാ, ഇന്ന് നോറേനെ ആദ്യം ശ്രീതു തൊടുമ്പോൾ നോറേനെ തൊടാൻ പാടില്ല. അത് കഴിഞ്ഞ് സിജോ തൊട്ടപ്പോഴും അതും തൊടാൻ പാടില്ല. എന്നിട്ട് എന്താ പറയാ, പോയിട്ട് കരയുക, എനിക്ക് വേദനിച്ചു, എനിക്ക് വയ്യാണ്ടായി, എനിക്കിനി പറ്റില്ല, ഞാൻ ഇല്ല കളിക്കാൻ, ഞാൻ നിർത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് ജാസ്മിനാണ് ഔട്ടായത് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം, പക്ഷെ ഞാൻ കളിക്കൊന്നുമില്ല, ഞാൻ ഔട്ടാവുകയാണെങ്കിൽ ഔട്ടായിക്കോളൂ പറഞ്ഞിട്ട് കളിക്കാൻ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയാം എന്റെ വേദന നിങ്ങൾക്ക് അറിയോ, ഇവിടുത്തെ പാട് നീ കണ്ടിക്കണോ എന്നൊക്കെ ചോദിക്കണ്ട ആരോടോ. പാട് ഞാൻ കാണിച്ചിട്ടുണ്ടോ, പാട് കണ്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കണ്ട, ആരോ തട്ടി വേദന. ബിഗ് ബോസിക്ക് വന്നതല്ലേ അല്ല, ഒന്ന് ആലോചിച്ചൊക്കെ ഭയങ്കര വിക്ടിം കാർഡ് ഭയങ്കരമായിട്ട് കളിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഇനി നമ്മളെ മെയിൻ വിഷയത്തേക്ക് കിടക്കാം. ടാസ്കിനിടയിലുള്ള പെങ്ങളൂട്ടി. ഓക്കെ, പെങ്ങളൂട്ടി അർജുൻ്റെ അടുത്തുനിന്ന് പണി വാങ്ങി. അത് കാണിച്ചിട്ടില്ല ബിഗ് ബോസ്. പക്ഷെ കാണിച്ചിട്ടില്ല പറഞ്ഞാൽ ചില ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, പല ആൾക്കാരെ ജയിപ്പിക്കാനാണ് ബിഗ് ബോസ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കാത്തത്. അതൊന്നല്ല, റോക്കിയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം ആ കോടതിയിൽ കേസൊക്കെ ഉണ്ടായല്ലോ, കേസ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വയലൻസും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ആരും ആരടിക്കുന്നത് കാണിക്കുന്നില്ല. കാരണം ഇത് എന്താ അറിയോ, ഇത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. അവർ പറയുന്ന റിയാലിറ്റി ഷോ ആയത്, ഇത് യഥാർത്ഥ സംഭവങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്നുള്ള സംഗതി ഉള്ളത് കൊണ്ടാണ് അവർ ഈ അടിക്കുന്ന കാര്യം കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ മനസ്സിലാവാത്ത കുറേ ആൾക്കാർ പിന്നെയും അപ്പോഴും ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ചട്ടുദേം ഓക്കെ ഒന്നത്. അപ്പോൾ ഇതിൽ നന്ദന ശരിക്ക് അർജുൻ്റെ അടുത്ത് നിന്ന് തട്ട് വാങ്ങി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിയറിയാൻ കാരണം അറിയാം, അതിനെന്തോ പറ്റിയെന്നുള്ള അറിയില്ല. പക്ഷേ ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഭയങ്കരമായിട്ട് അർജുൻ അങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന അല്ല അർജുൻ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ, പിടിക്കാറില്ല. അത് ശരിക്കും നമുക്ക് കാണാം. അർജുൻ അങ്ങനെ അത്രയും ഇതായാലേ ഭ്രാന്ത് പിടിക്കാറുള്ളൂ. കാരണം വെച്ചാൽ അവൻ തുടക്കം തൊട്ടേ ഗെയിമിന് അതിൻ്റെതായ ഇതിൽ ഒരു ഗെയിമിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ കണക്കാക്കി വെച്ച് കളിച്ചു പോയോണ്ട് ഇരിക്കുന്ന സമയത്താണ് നന്ദനയുടെ ഈ ഭാഗത്ത് ഈ ഒരു നന്ദന ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. അർജുൻ അങ്ങോട്ടുള്ള സമയത്ത് അർജുൻ്റെ ഇത് പോയി ഊരിപ്പോയി. അപ്പൊ അർജുൻ പറഞ്ഞു കെട്ടാനുള്ള സമയം എന്താ, അപ്പൊ ഇവള് പറയാ കെട്ടിക്കോ ചേട്ടൻ കെട്ടിക്കോ. അപ്പൊ പിന്നെ ഇവൻ കെട്ടുമ്പോഴും ഇവള് പിന്നെ ഇങ്ങനെ അഗ്രസീവായിട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചോട്ടി. അപ്പൊ കെട്ടാൻ സമ്മതിക്കണില്ല, ഫ്രണ്ടിക്ക് എടുത്തിട്ട് കെട്ടാൻ സമ്മതിക്കില്ല. അതിൽ ഇവൻ ഈ കയറിങ്ങോട്ട് വലിച്ചതാണ്, അത്രയും നമുക്ക് മനസ്സിലായുള്ളൂ. ബാക്കി പിന്നെ കാണിച്ചിട്ടില്ല. അത് നന്ദന വീണോട് കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കരഞ്ഞു, വേദനിച്ചിട്ടുണ്ടാവും. അതിലെല്ലാരും കൂടി എടുത്തോണ്ട് പോയപ്പോ എന്നെ നിർത്ത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒച്ചിട്ടിട്ട് ഈ എടുത്തു പോയവരോടും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു സ്വന്തം വീട്ടില് ചിലപ്പോ അമ്മമാരോടൊക്കെ കാണിക്കില്ലേ, ആ ഒരു അങ്ങനത്തെ ഒരു പെരുമാറ്റം കണ്ടപ്പോ എന്തോ പോലെ തോന്നി. ആ പെരുമാറ്റം അത് കണ്ടിട്ട് ഇങ്ങോട്ട് വെറുത്തോണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ വെറുപ്പിക്കാൻ വേണ്ടിട്ട് ആങ്ങളാരെത്തും നോക്ക് ഓക്കെയല്ലേ, ഇത്രക്കൊക്കെ സ്നേഹം ഇവർക്ക്. അല്ല ഇത് റിയൽ ആണെങ്കിൽ റിയൽ ഉണ്ടാവും അറിയില്ല, അവരുടെ ഒരു തോന്നലാണ്. ഞാൻ എന്താ ഇവിടെ ഭയങ്കര ഹിറ്റ് ആയിരിക്കും അത്. കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഞാൻ പോയാലും സിജോന്റെ കാര്യം നമുക്കറിയില്ല. സായിക്ക് ഓൻ തന്നെ തുറന്നു സമ്മതിച്ച കാര്യമാണ്. അവന് കുടുംബത്തിലൊന്നല്ല, അവന്റെ ആരോടും അവന് കമ്മിറ്റ്മെന്റ് ഇല്ലാന്ന് തീരുമാനിച്ചു. ആ മനുഷ്യന് ഇപ്പൊ ബിഗ് ബോസിൽ വന്ന് വെളിപാടുണ്ടായി, പുറത്തുള്ളവരൊക്കെ അച്ഛനോടൊക്കെ ശരിയായി എന്ന് പറഞ്ഞു. അപ്പൊക്കെ അവന് സ്വഭാവം അടിമുടി ഇങ്ങോട്ട് മാറുകയെ. ഒരു മനുഷ്യന്റെ സ്വഭാവം ഇത്രയും കാലമായിട്ട് നടക്കുന്ന സ്വഭാവം, അതായത് ജനിച്ച അന്ന് മുതൽ ഇതുവരെ കൂടപ്പുറപ്പുകളോടാണെങ്കിലും ആരോടാണെങ്കിലും ഒരു അറ്റാച്ച്മെന്റ്, നായക്കളോട് മാത്രം ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വൈഫ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈഫ് ഒന്ന് സപ്പോർട്ട് മാത്രമല്ല, ഏറ്റവും രസം അവൻ്റെ വൈഫാണ് അവനെ ഏറ്റവും കൂടുതലും നെഗറ്റീവ് പറയുന്നത്. നെഗറ്റീവ് അല്ല, ഉള്ള കാര്യം, അതിന് വേറെ മാർക്ക് ഉണ്ടാവില്ല, അത് ഉള്ള കാര്യം തന്നെയാണ് പറയണത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് എത്ര വേണമെങ്കിലും പറയാം. അവർക്ക് അവനാണെങ്കിലും ഒപ്പം വരുന്ന ജിത്തു വായിക്കാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും സായിന് എന്തും പറയാം. വേറുള്ളവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ടോ. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ ആംഗ്ല പെങ്ങളുട്ടി കളിച്ചതെന്ന് വെച്ചാൽ മാക്സിമം രീതിയിൽ സംഗതികൾ ബോറാക്കി. ഒരു ബിഗ് ബോസിൻ്റെതായ ഒരു അല്ലേ, മെയിൻ ആംഗ്ല പെങ്ങളുട്ടി മാത്രമല്ല, ഇതെന്താ പറയുക, ടാസ്കിൻ്റെ ഇടയിലൊക്കെ ഗ്രൂപ്പ് കളിക്കുമ്പോൾ അത് എന്താ സംഭവിക്കുന്നത് അറിയോ, ഇവർ ഈ ഗ്രൂപ്പ് കളിയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ പുറത്താവും.
അതെ. ഇപ്പൊ ഇതിൽ തന്നെ അർജുന് ആകെ വിഷമായി. എന്നിട്ട് അർജുൻ്റെ എന്ത് കുറച്ച് സാധനങ്ങൾ കളഞ്ഞു. അർജുൻ്റെ എല്ലാം കുറവ് പറഞ്ഞാൽ പിന്നെ കുറവായിരുന്നു, പിന്നെ ഔട്ടായി പോയി. അതിനുശേഷം പിന്നെ ജിൻഡോനെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അപ്പോഴും നന്ദന കയറിയിട്ട് ജിൻഡോന്റെ അതിന്റെ ഉള്ളിൽ കൈ ഇട്ടതാണ്. ആ കൈ അവളെടുത്തിട്ട് കളയാതിരിക്കാൻ വേണ്ടിയാണ് ജിൻഡോ കൈ പിടിച്ചു വെച്ചത്. അപ്പൊ എന്റെ കൈ കുടുങ്ങി ബിഗ് ബോസ് കൈ വിടാൻ പറ എന്നൊക്കെ പറഞ്ഞ ആർക്കുക. എനിക്ക് അപ്പൊ ജിൻഡോ അതല്ലേ നോക്കുള്ളൂ, ഇതിന്റെ ഉള്ളിൽ കൈയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്കറിയില്ല, ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയപ്പോ തന്നെ ഉറപ്പാണ് അവിടെ പോണത് ജിൻഡോ ആണ്. അവിടെ അത് ശ്രീതു അവിടെ പൊളിച്ചു. നമ്മൾ പറയാൻ വിചാരിച്ച കാര്യം ശ്രീതു അവിടെ ഇരുന്ന് പറഞ്ഞു, ഇതിൽ ഇനി ജിൻഡോ ചേട്ടൻ ഔട്ടാവും, സംശയമില്ല. കാരണം എന്താ വെച്ചാൽ നന്ദന സായിയുടെ പുറകെ വെറുതെ നടക്കുക, ഒന്നും സൈനോ തുടരണോ ഒന്നും ചെയ്യണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതോ ഇത്രയും പെങ്ങളുട്ടി സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് കൊടുത്തൂടെ? സായി അതെ ഫസ്റ്റ് കൊടുത്തൂടെ? സായി ഇവളുടെ കൈ വിടൂ പറഞ്ഞ ജിൻഡോ വിടാതിരുന്നപ്പോ സായി വന്ന് ജിൻഡോനെ പിടിച്ചതുണ്ടോ, ഇങ്ങനെ ഒറ്റപ്പെടുത്താം അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൈയിട്ടിട്ട് രക്ഷിക്കാൻ വന്നതാണേ. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിട്ട് സായി വന്നിട്ട് ജിൻഡോനെ ഒരു പിടുത്തൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഇതൊക്കെ കഴിയും. എന്നിട്ട് ഇവര് മൂന്നാളുമായപ്പോ മൂന്നാളൊക്കെ നടക്കുക എന്താ. അപ്പൊ ഇവര് ഇത്രയും സ്നേഹമുള്ള ആങ്ങളമാരാണെങ്കിൽ രണ്ടുപേരും അവരുടേത് ഫുള്ളായിട്ട് കളയണം. എന്നിട്ട് പെങ്ങൾക്ക് എന്തിനാ ഈ 1 പോയിന്റ്? അവർക്കിപ്പോ ഈ 3 പോയിന്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പൊ എന്തിനാ അവര് സ്വാർത്ഥരായത്? പെങ്ങളൂട്ടിക്ക് 3 പോയിന്റ് കൊടുക്കൂ. അങ്ങനെ അത് ജിൻഡോ പറയുകയും ചെയ്തു. നമ്മള് ചിന്തിച്ചു സംഗതി സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ആങ്ങളെ എനിക്കിങ്ങനെ തോന്നി കേട്ടോ, ഇത് ആങ്ങളാരെ മനസ്സിൽ ഇപ്പൊ എന്താ വെച്ചാൽ പെങ്ങളുട്ടിനെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. എന്തെങ്കിലും ഇതിനല്ലാത്ത സമയത്ത് ഇങ്ങനെ തോളിൽ ഏറ്റി പൊക്കി സോപ്പിട്ട് പെയിന്റ് അടിച്ച് നടത്തുക. ഓക്കെ, പെങ്ങളുട്ടിക്കാണെന്നുണ്ടെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെന്ന് അറിയില്ല. കുഞ്ഞുമാവായിട്ടാണ് വികൃതി. അത് കഴിഞ്ഞിട്ട് സിജോന്റെ വക ഒരു ഉമ്മ കൊടുക്കലും ഒരു കെട്ടിപ്പിടുത്തും ഇപ്പൊ കിട്ടിയില്ലേ മോൾക്ക്, ഇപ്പൊ കിട്ടി മോള് ഹാപ്പി ആയോ? അതല്ല, ഈ ഗെയിം കഴിഞ്ഞ ഉടനെ ഗെയിം കഴിഞ്ഞ ഉടനെ സിജോ കെട്ടിപ്പിടിച്ചിട്ട് മോളിപ്പോ ഹാപ്പി അല്ലേ? അപ്പൊ എന്താ പറഞ്ഞു, ഹാപ്പി ആയി. അപ്പൊ അവളുടെ ഓപ്പൺ ആയല്ലോ. അപ്പൊ പിന്നെ അതിലൊരു 3 പോയിന്റ് ആക്കി കൊടുത്തുകൂടായിരുന്നോ ഏട്ടന്മാർക്ക്? അതെന്താ സംഗതി അറിയോ, ഇതിനെങ്ങനെ കൊണ്ടെടുക്കും? ഈ ആഴ്ച ഇത് പോവും, ഇതിനൊരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് ആർക്ക് പോവും? അതിപ്പോ രണ്ടുപേരും കൂടി മത്സരിക്കും, ആർക്ക് കിട്ടണമെന്നുള്ളതായിരിക്കും ചിലപ്പോ. അല്ല, അതിനിപ്പോ മറ്റാക്ക് വേണ്ടല്ലോ, സായിക്ക് പിന്നെ ഒന്നും വേണ്ട. സായി ശരിക്കും കളിച്ച് ജയിച്ചിരുന്നെങ്കിൽ സായിക്ക് ഫിനാലയിൽ എത്തിക്കൂടായിരുന്നോ? ഫിനാലെ വീക്കിൽ എത്തിക്കൂടായിരുന്നോ? സിജോനും എത്തിക്കൂടായിരുന്നു. ഇവരെന്തേ കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഹേറ്റ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്കൊന്ന് ജാസ്മിൻ ഉള്ളതിനേക്കാളും കൂടുതൽ ഹേറ്റ് വന്നു. ജാസ്മിൻ ഇപ്പോഴും കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട് സായിക്ക് മഷിട്ടു. പക്ഷെ ഞാൻ എന്റെ കാര്യം തന്നെ പറയട്ടെ കൂടെട്ടാ, നാളെ എനിക്ക് നോറയും ശ്രീതു ഔട്ട് ആവണേ കാർഡിൽ താല്പര്യം. ഇപ്പൊ നന്ദുട്ടി ഔട്ട് ആവണേ, നന്ദുട്ടി മാത്രം. കാരണം എന്താ വെച്ചാൽ അതൊരു കാര്യമില്ലാത്തൊരു നന്ദുട്ടി നിർത്തലാണ്. സായി അതെ ഔട്ടായാലും ഒരു പ്രശ്നമില്ല. അതൊന്നും പോന്നോട്ടെ, എന്നാ പഴയ പരിപാടി തുടരാം. ഇന്നിപ്പോ സിജോ ഇരുന്നിട്ടുള്ള ഒരു സീൻ ഇത് ഇന്ന് പ്ലസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അത് 82-ാം ദിവസം ഉച്ചയ്ക്ക് 2:35 ഈ ഒരു സീൻ കേട്ടോ. വന്നു നീതാരാ ലോകത്തിലുള്ള ഒരാങ്ങളാർക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഇജായത്തെ. ഓ കഷ്ടം, നീ എന്റെ ആരാ? ഓ എന്റെ എനിക്കറിയുന്നില്ല എന്തോ വയ്യായിക്ക് വന്ന് നടക്കണം അനിയത്തിനോട്. ഇതിന് വല്ല വയ്യായി ഉണ്ടോ? പോട്ടെ, ഓക്കെ. ഇനി അടുത്തെന്താ ഇത് വേറെന്താ? അപ്പൊ പാസം പിന്നെ വേറൊന്നും അറിയില്ലേ, അത് കൊറേ ദിവസം മുമ്പേ കൊടുത്തിരിക്കുന്നു സ്നേഹം വന്നൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുത്തു. ആ കോയിൻ കൊടുത്തത് അറിയില്ലേ? എന്നിട്ട് ഇന്നലെ തെറ്റിയപ്പോ ഇന്നലെ ലൈവില് രാത്രി നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടത്. അതായത് ലൈവില് ഈ മോതിരം അവള് തെറ്റിയ സമയത്ത് മോതിരം തിരിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു. തിരിച്ചു കൊടുത്തപ്പോ സായി വാങ്ങിച്ചില്ല. അപ്പൊ അവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടേക്കെന്ന് പറയണു, കോയിൻ തിരിച്ചു കൊടുക്കണു. എന്തൊക്കെ ഒരു നാടകമായിരുന്നു. കാരണം ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തി
പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ട് അത് കൊണ്ടൊക്കെ അല്ലാണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ സായിക്ക് കുറെ ജീവിതകാലം മുഴുവൻ ചിലപ്പോ കുട്ടികളും മക്കളും ഒക്കെ ആകുമ്പോ അങ്ങനെയൊന്നും അവർക്ക് ഉണ്ടാവില്ലായിരിക്കും. ആ കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുത്തൂടെ? അല്ലാണ്ട് സ്വർണത്തിന് വേണ്ടിയല്ല ഈ കോയിൻ. സ്നേഹയ്ക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും ലാലേട്ടൻ തന്ന കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെക്കാൻ. അത് ചിലപ്പോ ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളോരോന്ന് പറയാം, നമ്മളെ ജീവിത സാഹചര്യം വെച്ചിട്ടല്ലേ എല്ലാരും ഇപ്പൊ എന്നെ പോലെ ആവില്ലല്ലോ. എല്ലാരും പോലെ ലാലേട്ടൻ്റെ അവൻ ചിലപ്പോ മൈൻഡ് ഉണ്ടാവില്ല. അത് പോട്ടെ. പിന്നെ വേറെന്താ ഇത് പറയാനുള്ളത്? പൊതുവേ എന്നൊരുമാതിരി ഒരു അവിഞ്ഞോണ്ടാണ് ഏകദേശം പോണത്. എനിക്ക് തോന്നുന്നത് അതിൽ രണ്ടെണ്ണം. അപ്പോൾ സിജോ അവിടെ നിന്ന് കുറച്ചൊക്കെ നിന്നോട്ടെ തോന്നുന്നുണ്ട്. സായും പെങ്ങളുട്ടി ഒന്ന് പോന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം അവിടെ ഉണ്ടാവും. പിന്നെ കാണുന്നവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും തോന്നുക. പിന്നെ ജാസ്മിൻ ഈ ടാസ്ക് ഒക്കെ ഒന്നും കൂടി എന്താണ് വയ്യാണ്ടായിരിക്കും അല്ലേ? വയ്യാണ്ടായിരിക്കും. ഒന്ന് നന്നാക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീതും പിന്നെ ജാസ്മിനും നോറയൊക്കെ നന്നായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. നോറയ്ക്ക് ഇത് മാത്രമേ പ്രശ്നം ഒരുപാട് മിസ്സായി എനിക്ക്. അതുകൊണ്ടാണ്. വേറൊന്നുമില്ലല്ലോ ഇതോ? വേറൊന്നുമില്ല. അപ്പോൾ ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടി ആയി. ഞാൻ ചോദിക്കട്ടെ ഇതോ, അത് ഈ പറഞ്ഞു തന്ന ഈ ഒരു കാര്യം ചോദിക്കാം. ജിൻഡോക്ക് ഒരു കണ്ണട മാറ്റാൻ ഇത്ര വലിയ പണിയുണ്ടോ ഇതോ? ഒരു കണ്ണട, ഒരു മനുഷ്യനെ കാണാം. അപ്പൊ ഞാൻ ഉപയോഗിച്ചിരുന്ന കണ്ണട 1.25 അല്ലെങ്കിൽ 0.25. അതല്ല, ആ കണ്ണടയ്ക്ക് എന്തോ എന്താ മറ്റേ മോഹൻലാലിന്റെ സിനിമ പറഞ്ഞ അല്ല, ക്യാമറയുടെ ലൈറ്റ് അടിക്കുമ്പോ എന്തോ ഉണ്ടായിരുന്നു. ഈ ലോകത്തുള്ള കണ്ണടയൊക്കെ തന്നെ ഏത് കണ്ണട പിടിക്കും ആന്റി ഗ്ലെയർ ഗ്ലാസ് ആവും, അല്ലാണ്ട് എന്ത് ഗ്ലാസ്സാ? ഒരു കണ്ണട കിട്ടാൻ അത്ര അധികം സമയമുണ്ടോ? എൻ്റെ ഒരു സംശയം കേട്ടോ. അതിൽ ഞാൻ ബിഗ് ബോസിന്റെ കളി അങ്ങനത്തെ രീതിയിലൊന്നും പറഞ്ഞ ആരോപിക്കുന്നു മറ്റേതൊന്നും പറയണില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇത്രയും ദിവസമാണോ ഇത് ഒരു മനുഷ്യന് കണ്ണട കിട്ടാൻ? കണ്ണ് പറഞ്ഞ സാധനം കാഴ്ച. ഇനി ജിൻഡോടെ കാഴ്ചക്കുറവില്ലേ? അതാണ് ഞാൻ സംശയം. ജിൻഡോക്ക് കാഴ്ചക്കുറവ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ട്. കണ്ണട അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ലേ ഒരു മനുഷ്യന് കാഴ്ചക്കുറവ്? ബാക്കി എന്തൊക്കെ ഫേവേഴ്സ് അവിടെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിനും ഇപ്പോഴാവും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് ലാലേട്ടൻ പറഞ്ഞിട്ടാ തേങ്ങാക്കൊല. അത് വെറുതെ ഒരു സാധനം പറയാം. ലാലേട്ടൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ഒന്നല്ല, ഇതൊക്കെ സ്ക്രിപ്റ്റ്. ഞാൻ എന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ടാസ്ക് ആ ടാസ്ക് നടന്നപ്പോഴാണ് ലാലേട്ടനൊക്കെ മനസ്സിലായത് ശരിക്കും ജിൻഡോക്ക് കാണുന്നില്ല. ഇത് കണക്ക് തോന്നുന്നുണ്ടോ ലാലേട്ടൻ ഈ ഷോ കാണുന്നുണ്ട് എന്നുള്ളത്? ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ആ മനുഷ്യൻ പോയി കാണുന്നുണ്ടോ? മൂപ്പർക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റാണത്. മൂപ്പർക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റിലാണ് അയാൾ പറയണത് ഇത് കണ്ണട കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ബിഗ് ബോസ് തന്നെയാണ് എഴുതുന്നത്. അപ്പം എനിക്ക് ചെറിയ സംശയം. നമ്മൾ വളഞ്ഞ വഴിൻ്റെ ആളാട്ടോ. എന്നാലും ഞാൻ ചിന്തിക്കുകയില്ല ഇത്രയൊക്കെ പണിയുണ്ട്. ഞാനും ഇപ്പോൾ കണ്ണട ഒരു ഈ എന്താ പറയുക ഇതിനുള്ള കണ്ണട വെച്ചിട്ട് ഇത്ര പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതിൽ ആൻറ്റി ഗ്ലെയർ ഗ്ലാസ്, മറ്റേ കോട്ടിങ്, മറിച്ചേ കോട്ടിങ്, ഇതൊക്കെ കിട്ടുന്ന ഒരു 3-4 ദിവസം കൊണ്ട് കട്ട് ചെയ്ത് കിട്ടുന്നില്ലേ? അതൊക്കെ എത്ര വലിയ പണിയുണ്ടോ? നമ്മളെ മഞ്ചേരി കിട്ടുന്നുണ്ട്, എന്നിട്ട് അപ്പോൾ ചെന്നൈയിൽ കിട്ടാത്ത എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. ഇതോ ഞാൻ അതിനൊരു നല്ല രീതിയിൽ ഒരിക്കലും കാണുന്നില്ല. എന്തേ ഇനിയിപ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ട് മറ്റാൾക്കാർ കോർണർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇത്രയൊക്കെ പണിയുണ്ട് ഒരു കണ്ണട കിട്ടാൻ. എന്നിട്ട് അത് കണ്ണടയായിട്ട് ഇങ്ങനെ വരിക മാഷന്മാരെ മാതിരി അല്ലേ? എന്നാൽ പോവുക. വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്നല്ല കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നാമെന്ന് വെച്ചാൽ ഒരു നമുക്കിതിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഗതി ഇല്ല. അത് നശിപ്പിച്ചത് മെയിനായിട്ടുള്ള മറ്റേ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കളിക്കാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സായി കേപ്പബിൾ ആണോ? ഞാൻ സായി കേപ്പബിൾ ആണെന്ന് പലപ്പോഴും പറഞ്ഞിട്ട് എല്ലാം കട്ടത്തെറി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെന്നെ തീരുമാനിക്കുക. ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നു കേപ്പബിൾ ആണോ? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിലേക്ക് കേട്ടോ. ബൈ.